മധു, ഈ നിങ്ങളിപ്പോൾ BJP പറയുന്ന നിലപാടും CPM പറയുന്ന നിലപാടും പറഞ്ഞല്ലോ. BJP പറയുന്നത് CPMൻ്റെ മുസ്ലിം പ്രീണനം, CPM പറയുന്നത് മുസ്ലിം വർഗീയത എന്ന്, അതുപോലെ തന്നെ ഈഴവ വോട്ടുകൾ പോകുന്നുവെന്ന്. ഇതൊന്നും അല്ല പ്രശ്നം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെയൊക്കെ ഭാഷ ഒന്ന് തന്നെയാണ്. അവരൊക്കെ വിദ്വേഷം പരത്തുന്ന ഭാഷയാണ് അവർ പറയുന്നത്, ആ ഭാഷയാണ് പ്രശ്നം. പക്ഷേ പൊതുസമൂഹം അതിനെ റിജക്റ്റ് ചെയ്തിരിക്കുന്നു. 60 ലക്ഷം ആളുകൾക്ക് പെൻഷൻ ലഭിക്കാതെ വരികയും പെൻഷൻ നിങ്ങളുടെ അവകാശമല്ല, അത് ഞങ്ങളുടെ ഔദാര്യമാണെന്ന് ഗവൺമെൻറ് പറയുകയും അതിനെതിരെ കോടതികളിലേക്ക് കത്തുകൾ അയക്കിയ ജനങ്ങൾ നിവൃത്തിയില്ലാതെ. കേന്ദ്രത്തിൽ പറഞ്ഞാലും രക്ഷയില്ല, കേരളത്തിൽ പറഞ്ഞാലും രക്ഷയില്ല, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി. നിങ്ങളൊരു സ്പെസിമനായി ഞാനൊരു മണ്ഡലത്തെ പറയാം. എറണാകുളം മണ്ഡലം നിങ്ങൾ നോക്കൂ. തുല്യമായി മുസ്ലിമീങ്ങൾ, ലത്തീൻ കത്തോലിക്കർ, സിറോ മലബാർകാർ, ഈഴവർ, ഹയർ അപ്പർ ക്ലാസ് ഹിന്ദുസ് എല്ലാവരും തുല്യമായുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ 2.5 ലക്ഷം വോട്ടിന് CPM പരാജയപ്പെടുകയാണ്. അവരുടെ എത്ര ശതമാനം വോട്ടുകൾ ബാക്കിലേക്ക് പോയി? ഏത് മതത്തെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇത് മതമല്ല പ്രശ്നം, ഇത് നിങ്ങളുടെ നയമാണ് പ്രശ്നം. ആ നയത്തിന് അപകടമുണ്ട് എന്ന് നിങ്ങൾ തിരുത്തിയില്ലെങ്കിൽ ഞങ്ങളും തിരുത്തണം. UDFും ലീഗും ഒക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട്. CPMൻ്റെ നയവൈകല്യങ്ങൾ മൂലം അവരുടെ വോട്ടുകൾ ചോർന്നു പോകുമ്പോൾ അത് BJPയുടെ പെട്ടിയിലേക്ക് 2-3% പോയെങ്കിൽ അത് പോകാൻ പാടില്ലായിരുന്നു. അത് പിടിച്ചെടുക്കാൻ കഴിയണമായിരുന്നു. എവിടെയെങ്കിലും സംഘടനാ ശക്തിക്ക് അതിനകത്ത് അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അത് തിരുത്തുക എന്ന നയവുമായി മുന്നോട്ട് പോകാനാണ് UDF ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ലീഗ് ശ്രമിക്കുന്നത്. ഞങ്ങൾ വർഗീയമല്ല പറയുന്നത്. അതിനകത്ത് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ പല മത നേതാക്കളും ഉണ്ടാകാം. പക്ഷെ അതൊന്നും ജനം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ജനം റിജക്റ്റ് ചെയ്തത് നിങ്ങളുടെ നയത്തെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ ധ്രുവീകരണ പോളിസി ഉണ്ടല്ലോ, ആ പോളിസി രാജ്യമൊട്ടുക്കും ജനങ്ങൾ റിജക്റ്റ് ചെയ്തു. നമ്മൾ UPയിലെ ജനങ്ങളെയും ഹരിയാനയിലെ ജനങ്ങളെയും ഒക്കെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇവർ പല തരത്തിലുള്ള നാടകങ്ങൾ നടത്തി. തിരുത്തിച്ചില്ല അവരെ. ബംഗാളിൽ തിരുത്തിച്ചില്ല അവരെ. ഇതാ കേരളത്തിൽ ഇതാ ധ്രുവീകരണവുമായി വന്നു. നിങ്ങൾ പറഞ്ഞില്ലേ പ്രീണനമല്ല വേണ്ടത്. ഓരോ സമുദായമായാലും ഏത് ക്ലാസിഫിക്കേഷൻ്റെ ആയാലും അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യണം. ഇത് പറയാനുള്ള നയമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും. എപ്പോഴെങ്കിലും മതധ്രുവീകരണമുണ്ടായി, 2ആയി പിളർന്നു, മതങ്ങൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബെനഫിറ്റ് എടുക്കുന്ന കക്ഷികളാണ് CPM അല്ലെങ്കിൽ ഇടതുപക്ഷവും BJPയും എടുക്കുന്നത്. UDFും കോൺഗ്രസും ലീഗും ഒക്കെ എല്ലാവരും ഒന്നിച്ചു തീർന്നു നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ നയം എന്ന് തെളിയണമെങ്കിൽ വടകരയിൽ നിങ്ങൾ നോക്കൂ. വടകരയിൽ അതായത് ഷാഫി പറമ്പിലിന് വേണ്ടി കാഫിർ പ്രയോഗം നടത്തിയെന്ന ആക്ഷേപം സ്വയം ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് തലേന്ന് ഇട്ടു നോക്കി. എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, എന്താ പറഞ്ഞത്, പിന്നെ ഇടതുപക്ഷം അവിടെ ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ലക്ഷക്കണക്കിന് വോട്ടിന് ജനങ്ങളവിടെ പരാജയപ്പെടുത്തി. ആ വോട്ട് ചെയ്ത ജനങ്ങൾ ഒരു മതവിഭാഗക്കാരല്ല. അവർ വോട്ട് ചെയ്തത് നിങ്ങളുടെ നയങ്ങൾക്കെതിരെയാണ്. അത് തിരുത്തണ്ട എന്ന് നിങ്ങൾക്ക് തിരുത്താതിരിക്കുക, അത് നിങ്ങളുടെ കാര്യം. പക്ഷേ അതിന് നിങ്ങൾ പറയുന്ന ന്യായീകരണം നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്നതാകാൻ പാടില്ല. നിങ്ങൾ മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാൻ നിങ്ങളുടെ അവകാശമുണ്ട്. പക്ഷേ നിങ്ങൾ റെസ്പോൺസിബിളായിട്ട് വേണം ഒരു ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും CPM നേതൃത്വവും ഒക്കെ താഴെ ലോക്കൽ കമ്മിറ്റിയോട് ചോദിക്കൂ, നിങ്ങൾ ഏരിയ കമ്മിറ്റിയോട് ചോദിക്കൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ലോക്കൽ കമ്മിറ്റിയിലുള്ള ഏരിയ കമ്മിറ്റിയിലുള്ള പാർട്ടി മെമ്പർമാർക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരുത്താൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, ഇനി തിരുത്തിയാൽ പോലും നിങ്ങളിൽ നിന്നും ജനങ്ങൾ അകന്നിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി ഇപ്പോൾ വരാൻ പോകുന്നത്